നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ്. ഒരു പോലീസുകാരനെ ട്രാൻസ്ഫർ കിട്ടുകയാണ്, ജോലിക്ക് സ്ഥാനമാറ്റം കിട്ടുകയാണ്. ഇതുവരെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സിറ്റിയിലാണെങ്കിൽ ഇപ്പൊ ജോലി കിട്ടിയിരിക്കുന്നത്, സ്ഥാനമാറ്റം കിട്ടിയിരിക്കുന്നത് ഒരു ഗ്രാമപ്രദേശത്താണ്. അതുകൊണ്ട് തന്നെ അവിടെ പോയാലും നല്ല സമാധാനമായിരിക്കും. സമാധാനത്തിനൊന്നും യാതൊരു കുറവുണ്ടായിരിക്കില്ല അല്ലേ? എന്തായാലും അവിടെ വെച്ച് അങ്ങേര് വലിയൊരു വള്ളിയിൽ പെട്ടുപോവാണ്. അതിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാനായി ഊരിയെടുക്കാനായി ശ്രമിക്കുകയാണ്. പിന്നെ അങ്ങേര് ഞാൻ ഈ പറഞ്ഞു തന്നെയാണ് വൺലൈന്. കുറച്ചുകൂടെ ഒന്ന് പറയുകയാണെങ്കിൽ പോലീസുകാരൻ ആ നാട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരു കേസ് വരികയാണ്. അങ്ങനെ ആ കേസിന്റെ പിന്നാലെ പോകുന്ന നേരം അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്കാണ് ചെന്നെത്തുന്നത്. സിനിമയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും കണ്ടിരിക്കാനായി നല്ല രസമാണ് സിനിമ. ഇത് 92-ൽ ഇറങ്ങിയ സിനിമ ആയതുകൊണ്ട് തന്നെ സിനിമയിലെ നായകനും ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, 90s കാലഘട്ടത്തിലൊക്കെ ഇറങ്ങിയിരിക്കുന്ന സിനിമയിലെ നായകന്മാർക്ക് ഒരു പ്രത്യേക തരം ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. എന്താണെന്നറിയില്ല, സിനിമ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ അവരെ നമുക്ക് ഇഷ്ടാകും. ഇതിലും അങ്ങനെയാണോ എന്നറിയില്ല. എന്തായാലും നിങ്ങൾക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. എന്നാൽ പിന്നെ നമുക്ക് 1992-ൽ റിലീസ് ചെയ്ത ജെന്നിഫർ 8 എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഹീറോ കാറിൽ ഒരു ഗ്രാമപ്രദേശത്തേക്ക് പോകുന്നതാണ് കാണുന്നത്. സിറ്റിയിലായിരുന്നു ഇത്രയും കാലം ഹീറോ ജോലി ചെയ്തുകൊണ്ടിരുന്നത്, പോലീസിലായിരുന്നു ജോലി. പക്ഷെ അവിടെ വെച്ച് ഭാര്യ ഡിവോഴ്സായി, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അവസാനം ജോലി മാറിയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹീറോയുടെ പേരെന്താന്ന് വെച്ചാൽ ജോൺ ബെർലിൻ. കേൾക്കുമ്പോൾ തന്നെ നല്ല വിജൃംഭിച്ച പേരാണ്. പക്ഷെ അതിനനുസരിച്ച് ഹീറോ ഇതിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോന്ന് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. അങ്ങനെ പുതിയ നാട്ടിലെത്തി പുതിയൊരു വീട്ടിൽ കയറി ഉറങ്ങി. അങ്ങനെ എഴുന്നേറ്റ് വരുമ്പോഴാണ് വാക്കി ടോക്കിയിൽ പുതിയ എന്തോ ഒരു വള്ളി പോലീസുകാരെല്ലാവരും പിടിച്ചിരിക്കുന്ന കേൾക്കുന്നത്. എന്തോ ഒരു വലിയ കേസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. സംഗതി എന്താന്ന് വെച്ചാൽ വേസ്റ്റ് കൂമ്പാരങ്ങൾക്കിടയിൽ വെച്ച് ഒരാളുടെ ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. അത് ആരാണെന്നോ എങ്ങനെയാണ് മരിച്ചെന്നോ അതിനെക്കുറിച്ചൊന്നും അറിയില്ല. എന്തായാലും അപ്പം തന്നെ ലൊക്കേഷനിലേക്ക് ഹീറോ ചെല്ലും. ഹീറോ അവിടെ എത്തി കുറച്ച് കഴിയുമ്പോഴാണ് അവിടെയുള്ള പോലീസുകാരുടെ ഹെഡ് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ആരാന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ ജോൺ ബെർലിൻ ഇല്ലേ, അവന്റെ അളിയനാണ് ഇങ്ങേര്. അങ്ങേരുടെ പേര് റോസ് എന്നാ. അങ്ങനെ റോസ് ആ ബോഡി കാണാനായി ചെല്ലുമ്പോഴാണ് ഒരു പയ്യനും കൂടെ വരുന്നത്. ആ പയ്യൻ പറയും, അയാളെ ആരോ കൊന്നിരിക്കുന്നതാണ്, എനിക്ക് എന്തായാലും ഉറപ്പാന്ന്. നീ ആരാന്ന് അവനോട് ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുക അവനാണ് ഈ ഡെഡ് ബോഡി ആദ്യം കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ആ ഡെഡ് ബോഡി കണ്ടതിനെ കുറിച്ചെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കാണിച്ചു തരാനായി കൂടെ വരണമെന്ന് ചോദിക്കും. എന്നാൽ റോസ് പറയാം, അതിന്റെ ആവശ്യമില്ല, നീ ഇവിടെ തന്നെ നിന്നാ മതി. ഈ പയ്യൻ ഇതൊരു കൊലപാതകമാണെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഹീറോ നേരത്തെ അവിടെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ, നമ്മുടെ ജോൺ ബെർലിൻ പറയുന്നത് ഇതൊരിക്കലും ഒരു കൊലപാതകമല്ല, ഇതൊരു ആത്മഹത്യയാണ്. അതുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യാനായി പ്രാക്ടീസ് ചെയ്യാൻ 2-3 തവണ കഴുത്തിൽ വെട്ടി നോക്കി. അവസാനത്തെ വെട്ടിലാണ് കഴുത്ത് മുറിഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് അങ്ങനെ മരിച്ചെന്നാ. പക്ഷെ ആ ബോഡിയുടെ അടുത്ത് ചെന്ന് നോക്കിയാൽ ആ കഴുത്ത് മുറിക്കാനായി ഉപയോഗിച്ചിരിക്കുന്ന കത്തി എവിടെയില്ല. ആ കത്തി അവിടെ ഇല്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ. ഒരാൾ അവിടെ വന്ന് ആത്മഹത്യ ചെയ്തെങ്കിൽ കത്തി അവിടെ തന്നെ ഉണ്ടാവേണ്ടേ അല്ലേ? അതിന് ജോൺ ബെർലിൻ പറയും, ജോൺ ബെർലിന് ഞാൻ ജോൺ എന്നായിരിക്കും ഇനി അങ്ങോട്ട് പറയാനായി പോകുന്നത്, അതുകൊണ്ട് പേര് മാറിപ്പോകണ്ട ജോൺ പറയും, ആ കത്തി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. ഇനിയിപ്പോ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പയ്യനെ കണ്ടില്ലായിരുന്നോ, അവനെ കത്തി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിരിക്കാം, അതും പറയാനായി പറ്റില്ല. അപ്പൊ തന്നെ അളിയൻ റോസ് ബാക്കിയുള്ള പോലീസുകാരെല്ലാവരും വിളിക്കും. എല്ലാം കൂടെ ഇപ്പൊ തന്നെ കത്തി പോയി തരാൻ പറയും. അങ്ങനെ എല്ലാവരും കത്തി തരാനായി തുടങ്ങി. കൂടെ തന്നെ ജോണിനോട് അവന്റെ പോക്കറ്റ് കൂടെ ചെക്ക് ചെയ്ത് നോക്കാനായി പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ജോണ് പറയാം, ഞാൻ ഈ നാട്ടിലേക്ക് വന്നിട്ടേ ഉള്ളൂ, ജോലിയിൽ കയറാനായിട്ടില്ല, നാളെ മുതലാണ് ഞാൻ ജോലിയിൽ കയറുന്നത്, അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറയും. എന്ത് ചെയ്യാനാ, ജോണ് റോസിന്റെ അളിയനായി പോയില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും അളിയന്മാരായി പോയില്ലേ. വേറൊരു വഴിയില്ലാത്തോണ്ട് റോസ് പറയും, ഈ നാട്ടിലേക്ക് സ്വാഗതം എന്ന്. അവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും ദേഷ്യത്തോടെയാണെന്ന് വിചാരിക്കരുത്, സ്നേഹത്തോടെ തന്നെയാണ് അവരിങ്ങനെയെല്ലാം സംസാരിക്കുന്നത്. അപ്പോഴാണ് കത്തി തരാനായി പോയൊരു പോലീസുകാരൻ ഇവിടെ നിന്നൊരു പട്ടിയുടെ ബോഡി കിട്ടിയെന്ന് വിളിച്ചു പറയാ. ഒരു പട്ടി ഇവിടെ മരിച്ചു കിടക്കുന്നുണ്ട്, എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് അറിയില്ല. തൊട്ടു പിന്നാലെയാണ് മറ്റൊരു പോലീസുകാരൻ, ഞാനിവിടെ ഒരു കൈ കണ്ട പോലെ എനിക്ക് തോന്നുന്നു എന്ന് വിളിച്ചു പറയുന്നത്. റോസ് അപ്പം തന്നെ അവിടേക്ക് ചെന്ന് നോക്കും. അവിടെ ഒരു കവറിനകത്താണ്. ആ കവറിനകത്ത് നോക്കുമ്പോൾ വേസ്റ്റിന്റെ ഇടയിലായി ഒരു കൈ തന്നെയാണ് കാണാനായി പറ്റുന്നത്. തൊട്ടപ്പുറത്ത് ആത്മഹത്യ ചെയ്ത് മരിച്ചിരിക്കുന്ന ഒരാൾ നമ്മൾ ഇപ്പൊ കണ്ടില്ലായിരുന്നോ, അങ്ങരുടെ കൈയല്ല, ഇത് മറ്റൊരു കൈയാണ്. വേഗം തന്നെ ഹീറോയും വന്ന് ചെക്ക് ചെയ്ത് നോക്കും. ശരിയാണ്, ഇത് കുറച്ച് പഴക്കം ചെന്നൊരു കൈയാണ്. സിറ്റുവേഷൻ ഒക്കെ ആകെ മാറി. ഇപ്പൊ സാധാരണ പോലെയല്ല, കുറച്ചുകൂടെ കട്ടി കൂടിയ കേസിലേക്കാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. ഇപ്പൊ കൈ മാത്രമാണല്ലോ കിട്ടിയിരിക്കുന്നത്, ബാക്കിയുള്ള ശരീരഭാഗങ്ങൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായി ആ ചവറ്റ് സ്ഥലം മുഴുവനും അവരെല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാണ്. അപ്പോഴാണ് മറ്റൊരു പോലീസുകാരന് ഒരു പട്ടിയുടെ ബോഡി കൂടെ കിട്ടുന്നത്. നേരത്തെ ഒരു പട്ടിയുടെ ബോഡി കിട്ടിയില്ലായിരുന്നോ? പട്ടിയാണോ നായയാണോ എന്നറിയില്ല, എന്തായാലും പട്ടിയോ നായയോ നേരത്തെ ഒരു ബോഡി കിട്ടിയിരുന്നു, ഇപ്പോഴും അതുപോലെ മറ്റൊരു ബോഡി കിട്ടിയിരിക്കുക. കൂടെ തന്നെ മറ്റൊരു പോലീസുകാരന് അല്പം ചോര പറ്റിയിരിക്കുന്ന ലേഡീസിന്റെ ഒരു ഇന്നർ വെയർ കിട്ടും, അതായത് ബ്രാ കിട്ടും. സത്യം പറഞ്ഞാൽ ഹീറോ ഇപ്പൊ വിചാരിക്കുന്നത് ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഈ ഒരു കൊച്ചു നാട്ടിൽ എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നതെന്നാണ്. എന്തായാലും ഇനി അങ്ങോട്ട് കേസിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ഹീറോ ഉറപ്പാണ്. അങ്ങനെ പോലീസുകാരെല്ലാവരും കൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനായി ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തും. ഡിപ്പാർട്ട്മെന്റിൽ ഈ ചുരുണ്ട മുടിയുള്ള ആളെ കണ്ടില്ലേ, അങ്ങേരാണ് ഹീറോയുടെ ബോസ്. തൊട്ടു പിന്നാലെ ചുമച്ചോട്ട് വന്ന് ഹീറോയെ പരിചയപ്പെടുന്ന ഒരാളെ കാണാം, അങ്ങേരാണ് ടൈലർ. ഈ നാട്ടിലെ മറ്റു കേസുകളെല്ലാം
അന്വേഷിക്കുന്ന ടൈലറാണ്. എന്തായാലും ഇപ്പത്തെ കേസ് അന്വേഷിക്കാനായി ഹീറോക്കാണ് ചാർജ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ റൂമിൽ വന്ന് തന്റെ ആയുധങ്ങളെല്ലാം എടുത്തു വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ അങ്ങോട്ട് വന്ന് ഈ കേസിനെ കുറിച്ച് ഹീറോയുടെ ബോസിനോട് സംസാരിക്കുന്നത്. എന്നാൽ ബോസ് അതിന് കാര്യമായി മറുപടി ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ എങ്ങനെയും ഇവിടെ നിന്ന് ഇറങ്ങി കിട്ടിയാൽ മതി എന്നുള്ള മൈൻഡിലാണ് ബോസ് നിൽക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ ഈ വന്നിരിക്കുന്നയാള് ഒരു റിപ്പോർട്ടറാണ്. ഈ കേസിനെ കുറിച്ച് എന്തെങ്കിലും അവനോട് പറഞ്ഞാൽ അവൻ പിന്നെ പുറത്തു പോയിട്ട് അത് മഞ്ഞപത്രം അടിക്കും. അതുകൊണ്ട് അവനോട് പറയില്ല. അതൊരു സ്ത്രീയുടെ കൈയാണോ എന്ന് ചോദിക്കുമ്പോൾ അത് മാത്രം പറഞ്ഞു കൊടുക്കും, സ്ത്രീയുടേതാണെന്ന് പറയും. പക്ഷെ അവൻ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കും, ആ കൈ മരവിച്ചാണോ ഇരിക്കുന്നതെന്ന്. എന്നാൽ അതിനങ്ങനെ മറുപടി ഒന്നും കൊടുക്കാതെ അവനെ പുറത്തേക്ക് അയക്കും. പക്ഷെ അതെന്താണ് അവൻ അങ്ങനെ ചോദിച്ചതെന്ന് ഹീറോക്ക് മനസ്സിലായില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി ഹീറോ അവിടെ ജോലി ചെയ്യുന്ന ഒരു പോലീസുകാരൻ്റെ അടുത്ത് ചെന്ന്, ഇവിടെ ഉണ്ടായിരുന്ന റിപ്പോർട്ടർ എന്നോട് ചോദിച്ചു ഈ കൈ മരവിച്ചാണോ ഇരിക്കുന്നതെന്ന്, അതെന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കും. അതിന് അങ്ങേര് പറഞ്ഞു കൊടുക്കും, കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഇവിടെ ജെന്നിഫർ എന്നൊരു പെൺകുട്ടി മരിച്ചിരുന്നു. അവളുടെ ബോഡി എന്ന് പറയാനായി അവളുടെ തലയും കൈയും മാത്രമായിരുന്നു പോലീസിന് കിട്ടിയിരുന്നത്. അന്ന് 50ഓളം ഡിറ്റക്റ്റീവ്സ് ഈ കേസിന്റെ പുറകെ നടന്നിട്ടും ഇതിനെക്കുറിച്ചൊന്നും കണ്ടുപിടിക്കാനായി പറ്റിയില്ല. അന്ന് ജെന്നിഫർ എന്ന പെൺകുട്ടിയുടെ കൈയും തലയും കിട്ടുമ്പോൾ അത് മരവിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇപ്പൊ കിട്ടിയിരിക്കുന്ന കൈയും മരവിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതും ജെന്നിഫറിന്റെ കൈ ആയിരിക്കാം എന്നുള്ള സംശയത്തിലാണ് അങ്ങേര് ചോദിച്ചിരിക്കുന്നത്. ഈ കേസിന്റെ ഇൻചാർജ് ഉണ്ടായിരുന്നത് ടൈലറിനാണ്. ടൈലർ എന്ന് പറഞ്ഞാൽ ഹീറോ ഇങ്ങോട്ട് വന്നപ്പോൾ ചുമച്ചുകൊണ്ട് വന്ന് പരിചയപ്പെട്ട ഒരാളില്ലായിരുന്നോ, അതായത് ഹീറോ ഇവിടെ വരുന്നതിന് മുന്നേ മറ്റുള്ള കേസുകളെല്ലാം കൈകാര്യം ചെയ്തിരുന്നയാള് അങ്ങേരായിരുന്നു ഈ കേസിനെ കുറിച്ചും അന്വേഷിച്ചിരുന്നത്. പക്ഷെ അങ്ങേർക്കൊന്നും കണ്ടുപിടിക്കാനായി പറ്റിയില്ല. നിങ്ങൾക്ക് വേണേൽ ആ ഫയൽസ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അതെവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ഹീറോക്ക് കാണിച്ചു കൊടുക്കും. പിന്നെ നമ്മൾ കാണുന്നത് ഈ കിട്ടിയിരിക്കുന്ന കൈയെക്കുറിച്ച് ഹീറോ അളിയനെ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഈ കയ്യിൽ കുറെ വെട്ടുകളുടെ പാടെല്ലാം ഉണ്ട്. മാത്രമല്ല ഈ കൈയുള്ളയാളുടെ പ്രായം ഏകദേശം കണക്കാക്കി നോക്കിയാൽ 18 വയസ്സ് പ്രായം വരും. അതായത് ഇതിന് മുന്നേ മരിച്ചു പോയിട്ടുള്ള ജെന്നിഫർ എന്ന പെൺകുട്ടിയില്ലായിരുന്നോ, അവളുടെ അതേ പ്രായം. ചിലപ്പോൾ ഇതും ജെന്നിഫറിന്റെ കൈ തന്നെയായിരിക്കാം എന്നുള്ള സംശയം ഹീറോക്കും വന്നു തുടങ്ങി. ഈ ഒരു കാര്യം അളിയനോട് സംസാരിക്കുന്ന നേരം അളിയൻ പറയും, ജെന്നിഫറിന്റെ കേസ് ഞങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യാനായി പറ്റിയില്ല. ആ കേസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കാനായി ആ ടൈലർ എന്നെ സമ്മതിച്ചില്ല. ആ കേസിന്റെ ഒരു കാര്യത്തിനും ടൈലർ എന്നെ അടുപ്പിച്ചില്ല. കാരണം എന്താന്ന് വെച്ചാൽ അളിയനും ടൈലറിനും പ്രൊമോഷൻ കിട്ടേണ്ട ഒരു സാഹചര്യത്തിൽ അളിയന് മാത്രമായിരുന്നു പ്രൊമോഷൻ കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ പ്രൊമോഷൻ തട്ടിയെടുത്തയാളോട് ടൈലറിന് വലിയ ദേഷ്യമാണ്. അതുകൊണ്ടാണ് അളിയനെ ഈ കേസിലൊന്നും ഉൾപ്പെടുത്താതിരുന്നത്. ഈ നേരത്തെ ഹീറോ സിഗരറ്റ് വലിച്ചിരിക്കുന്ന കാണുമ്പോൾ അളിയൻ പറയും, നിനക്ക് ഇനിയെങ്കിലും ഇതൊന്നും അവസാനിപ്പിച്ചുകൂടെ എന്ന്. അതിന് ഹീറോ പറയും, ഞാനിതാ ഇന്നിത് അവസാനിപ്പിക്കാൻ പോവാണ്, അവസാനിപ്പിച്ചെന്ന് പറയും. പക്ഷെ അളിയന് ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് തന്നെ ബെറ്റ് വെക്കും, നീ ഇനിയും സിഗരറ്റ് വലിച്ചാൽ നീ ഈ നാട് വിട്ടു പോകണം എന്നാണ് പറയാ. എന്തായാലും അതിനെല്ലാം ഡീൽ ചെയ്യും. അത് കഴിഞ്ഞ് അവർ നേരെ പോകുന്നത് അളിയന്റെ വീട്ടിലേക്കാണ്. ഹീറോയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പെങ്ങളുടെ വീട്ടിലേക്കാണ് നേരെ പോകുന്നത്. പെങ്ങൾ ഹീറോയെ കാണുമ്പോൾ തന്നെ സന്തോഷത്തിൽ കെട്ടിപ്പിടിക്കും. എനിക്കുണ്ട് ഇതുപോലെ ഒരു പെങ്ങള്. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല സ്നേഹമാണ്. തോളി കൈയൊക്കെ ഇട്ടാണ് ഫോട്ടോ എടുക്കുക. പക്ഷെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ തോളി കൈ പോയിട്ട് പിന്നെ കൈ പോലും കൈ വെക്കാറില്ല. പിന്നെ ഒരു കാര്യം കൂടെ, കോഴിക്കോട് ഇപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. എന്തായാലും നമ്മുടെ സിനിമയിലേക്ക് വന്നാൽ ഹീറോ ആ കിട്ടിയിരിക്കുന്ന കൈയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായി ശ്രമിക്കുമ്പോഴാണ് ആ കയ്യിലുള്ള ഫിംഗർ പ്രിന്റിന്റെ അറ്റങ്ങൾ ആകെ തേഞ്ഞു പോയിരിക്കുന്ന പോലെ കാണുക. ഫിംഗർ പ്രിന്റ് ചെത്തി മാറ്റുന്നതും മാഞ്ഞു പോകുന്നതും തമ്മിൽ മാറ്റുണ്ട്. എന്നാൽ ഇത് മാഞ്ഞു പോയിരിക്കുകയാണ്. അതെന്തുകൊണ്ടായിരിക്കാം ഹീറോക്ക് മനസ്സിലാവുന്നില്ല. കൂടെ തന്നെ ഈ കയ്യിലെ ബ്ലഡ് സാമ്പിൾ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് AB നെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രശ്നം കൂടെ ഇവിടെയുണ്ട്. നേരത്തെ കൊല്ലപ്പെട്ടു പോയിരുന്ന ജെന്നിഫർ എന്ന പെൺകുട്ടിയില്ലായിരുന്നോ, അവളുടെ കൈയാണ് ഈ കൈയെന്ന് ഇതുവരെ വിചാരിച്ചില്ലായിരുന്നോ. പക്ഷെ അവളുടെ ബ്ലഡ് A പോസിറ്റീവ് ആണ്. ഇപ്പൊ കിട്ടിയിരിക്കുന്ന കയ്യിലെ ബ്ലഡ് AB നെഗറ്റീവ്. അങ്ങനെയെങ്കിൽ ഒരിക്കലും ഇപ്പൊ കിട്ടിയിരിക്കുന്ന കൈ ജെന്നിഫറിന്റേതല്ല. എന്നാലും ഹീറോ പറയുന്നത് നേരത്തെ കൊല്ലപ്പെട്ട ജെന്നിഫറിന്റെ കേസും ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ കൈയുടെ കേസും തമ്മിൽ പരസ്പരം ബന്ധമുണ്ട്. ഇത് രണ്ടും കണക്ട് ആയി കിടക്കാണെന്നാണ്. എന്നാൽ ബോസ് പറയും, ഇതെല്ലാം വിശ്വസിക്കാനായി എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് പറ്റുന്നില്ല. കാരണം ഇപ്പൊ കിട്ടിയിരിക്കുന്ന കൈയുടെ ബോഡി എവിടെ, അത് കിട്ടിയാലേ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായി പറ്റൂ. അങ്ങനെ അന്ന് രാത്രി അളിയന്റെ കൂടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ട്രാഫിക് സിഗ്നലിൽ റെഡ് കത്തുമ്പോൾ നടക്കുന്ന ആളുകൾക്ക്, അത് കണ്ണ് കാണാത്ത ആളുകളാണെങ്കിൽ അവർക്ക് മനസ്സിലാകാനായി അതൊരു ശബ്ദം ഉണ്ടാക്കുന്നത് കേൾക്കുക. അതായത് കണ്ണ് കാണാത്ത ആളുകൾക്ക് ട്രാഫിക് സിഗ്നലിൽ പച്ച ലൈറ്റ് കത്തിയാൽ അത് മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് മനസ്സിലാക്കാനായി അതൊരു ശബ്ദം കൂടി ഉണ്ടാക്കും. അത് കേൾക്കുന്ന ഹീറോക്ക് എന്തോ ഒരു കാര്യം മനസ്സിലേക്ക് വന്നു. പെട്ടെന്ന് തന്നെ അളിയന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറയും, ഈ മരിച്ചിരിക്കുന്നയാൾ കണ്ണ് കാണാത്തയാളാണെങ്കിലോ. ഹീറോ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കിട്ടിയിരിക്കുന്ന കൈയില്ലേ, ആ കൈയിന്റെ ഫിംഗർ പ്രിന്റിന്റെ അറ്റം ഭാഗങ്ങളൊന്നും കറക്റ്റായിട്ട് കാണുന്നില്ല. കണ്ണ് കാണാത്ത ആൾക്കാരാണെങ്കിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായി ബ്രെയിൽ ലിപിയാണ് ഉപയോഗിക്കുക. അതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു പേജിൽ കുത്തു പോലെ ഇങ്ങനെ പൊന്തി കിടക്കാണ് ചെയ്യുക. കൈ ഉപയോഗിച്ച് വിരൽ ഉപയോഗിച്ച് അതിങ്ങനെ തൊട്ട് മനസ്സിലാക്കും. പക്ഷെ കുറെ കാലം അതുപോലെ വായിച്ചാൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് ചെറുതായിട്ട് മാഞ്ഞു തുടങ്ങും. അതുപോലെയാണ് ഈ കയ്യിൽ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കൊല്ലപ്പെട്ടിരിക്കുന്നയാൾ എന്തായാലും കണ്ണ് കാണാത്തയാളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ ഇപ്പൊ അധികം ക്ലോസ് ആയി കണ്ണ്
കാണാത്തയാളാണ് AB നെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ അവർ കണ്ണ് കാണാത്ത AB നെഗറ്റീവ് ഉള്ള ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുക കുറച്ച് അകലെയായ ഒരു സ്ഥാപനത്തിൽ ഒരു പെൺകുട്ടി ഇതുപോലെ മിസ്സിംഗ് ആയിട്ടുണ്ട്. അങ്ങനെ അവളെക്കുറിച്ച് അറിയാനായി അവർ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അവളുടെ പേരെന്താന്ന് വെച്ചാൽ കാണാതായിരിക്കുന്ന പെൺകുട്ടി ആയതുകൊണ്ട് അവൾക്ക് മിസ്സി എന്ന് പേരിടാം. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും മനസ്സിൽ തന്നെ നിൽക്കും, മറന്നുപോയില്ല. അങ്ങനെ ആ സ്ഥാപനത്തിലെത്തി ഈ മിസ്സായിരിക്കുന്ന മിസ്സിയുടെ കൂട്ടുകാരിയെ കണ്ടുപിടിക്കും. അവളുടെ പേര് ഹെലൻ എന്നാണ്. അവളുടെ പേര് മറന്നുപോണ്ട, മിസ്സിയുടെ കൂട്ടുകാരി ഹെലൻ. ഹെലനോട് മിസ്സിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. നിന്റെ കൂട്ടുകാരിയെ നീ അവസാനമായിട്ട് എപ്പോഴായിരുന്നു കണ്ടേന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും അവളെ എപ്പോഴും കാണാനായി ജോൺ എന്ന പേരുള്ള ഒരാൾ വരാറുണ്ടായിരുന്നു. ഈ ജോൺ എന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയല്ല, ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ജോൺ മറ്റേതോ ഒരു ജോണാണ്. ഈ വരുന്ന ജോൺ ആണെങ്കിൽ ഒരു ബ്രീത്ത് ഫ്രഷർ കഴിച്ചാണ് ഇങ്ങോട്ട് വരാറ്. ബ്രീത്ത് ഫ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വായയിലെ സ്മെല്ല് നന്നാക്കാനായി നമ്മൾ കഴിക്കുന്ന ചെറിയ ടാബ്ലറ്റ് പോലെയുള്ള മിഠായിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, അതിന് പറയുന്ന പേരാ. അങ്ങനെ അതും കഴിച്ചാണ് ഇങ്ങോട്ട് വരാറ്. മാത്രമല്ല അങ്ങേർക്ക് എന്തോ കിതപ്പിന്റെ പ്രശ്നമുണ്ട്. അങ്ങേര് എപ്പോഴും കിതച്ചുകൊണ്ടാണ് നിൽക്കാറ്. പിന്നെ നിങ്ങളെപ്പോലെ തന്നെ നല്ലപോലെ സിഗരറ്റ് വലിക്കുന്നയാളാന്ന് കൂടെ പറയും. അതായത് ഹീറോയെ പോലെ സിഗരറ്റ് വലിക്കുന്നയാളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഹീറോ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് സിഗരറ്റും വലിച്ചുകൊണ്ടാണ് എന്നാണല്ലോ. ഇത് കേൾക്കുന്ന അളിയന് മനസ്സിലായി. അവര് വെച്ച ബെറ്റില് ഹീറോ ഇപ്പൊ തോറ്റുന്ന്. ഹീറോ സിഗരറ്റ് വലിക്കുന്നത് നിർത്തിയെന്ന് പറഞ്ഞില്ലായിരുന്നോ, എന്നാൽ ഇപ്പൊ വലിച്ചു എന്ന കാര്യം മനസ്സിലാകുന്ന നേരം അങ്ങേര് നോട്ട് എഴുതി വെക്കും ജോൺ ഒരു നുണയനാണ്. എന്തായാലും സംസാരമെല്ലാം കഴിയുന്ന നേരം ജോൺ അവളോട് ഒരു കാര്യം കൂടി ചോദിക്കും. ഈ മരിച്ചു പോയിരിക്കുന്ന മിസ്സിക്ക് പട്ടിക്കുട്ടിയോ നായ്ക്കുട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോന്ന്. അതെ, അവൾക്കൊരു പട്ടി ഉണ്ടായിരുന്നു എന്ന് പറയും. ഇത് കേൾക്കുന്ന ഹീറോയും അളിയനും കൂടെ അപ്പൊ തന്നെ ക്രൈം സ്പോട്ടിൽ വെച്ച് കണ്ടിരുന്ന മരിച്ചുപോയ 2 പട്ടിക്കുട്ടികളില്ലായിരുന്നോ, അതിനെ കുഴിച്ചിട്ട സ്ഥലത്തേക്കാണ് പോകുന്നത്. അതിനെ രണ്ടിനെയും ചെക്ക് ചെയ്ത് നോക്കുന്ന നേരം അതിലൊന്നിന്റെ ബോഡിയിൽ നിന്നും ബുള്ളറ്റ് കിട്ടും. പ്രശ്നം വളരെ ഗുരുതരമാണെന്ന് മനസ്സിലാക്കുമ്പോൾ പഴയ ജെന്നിഫറിന്റെ കേസിലായിരുന്നോ അതിന്റെ കേസ് ഫയൽ ഹീറോ ഒന്നുകൂടെ എടുത്തു വെച്ച് നോക്കും. അപ്പോഴാണ് മനസ്സിലാവുക ശരിക്കും ജെന്നിഫറിനെ പോലെ തന്നെ 8 പെൺകുട്ടികൾ മരിച്ചിട്ടുണ്ട്. അതിൽ 8ാമത്തെ പെൺകുട്ടിയാണ് ജെന്നിഫർ. ഹീറോ പെട്ടെന്ന് തന്നെ അവസാനം കൊല്ലപ്പെട്ടിരിക്കുന്ന മിസ്സി എന്ന പെൺകുട്ടിയെ കുറിച്ച് വീണ്ടും കുറച്ച് കാര്യങ്ങളൂടെ മനസ്സിലാക്കാനായി അവളുടെ കൂട്ടുകാരിയെ കാണാനായി പോവാണ്. അതായത് ഹെലനെ കാണാനായി പോവാണ്. അങ്ങനെ അവൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോയെ പാസ് ചെയ്തുകൊണ്ട് ഒരു നീല വാൻ അതുവഴി പോകുന്നത്. അത് കണ്ടാൽ തന്നെ എന്തോ ഒരു പന്തികേടുണ്ട്. പക്ഷെ ഹീറോ അത് മൈൻഡ് ചെയ്യില്ല, കാര്യമാക്കില്ല. അങ്ങനെ ഹെലന്റെ റൂമിലേക്ക് ചെല്ലുന്ന നേരം അവിടെ നിന്ന് ആരോ ഇറങ്ങിപ്പോയ പോലെ വാതിലിങ്ങനെ ആടി കളിക്കുന്നുണ്ട്. പക്ഷെ അകത്ത് കയറി അവളോട് ചോദിക്കുന്ന നേരം അവള് പറയുന്നത് ഇവിടെ ആരും വന്നില്ലെന്നാണ്. ജോൺ ചോദിക്കും, നീ പറഞ്ഞില്ലായിരുന്നോ മിസ്സിയെ കാണാനായി ഇങ്ങോട്ട് ഒരു ജോൺ എന്ന് പറഞ്ഞ ആൾ വരാറുണ്ടെന്ന്? അങ്ങേര് വാഹനത്തിലോ അങ്ങനെ എന്തെങ്കിലും ആണോ വരാറ്? അദ്ദേഹത്തിന്റെ വണ്ടിയുടെ ശബ്ദമോ അങ്ങനെ എന്തെങ്കിലും നിനക്കറിയോ? അവള് പറയും, സാധാരണ ഒരു വാഹനത്തിന്റെ ശബ്ദം കേട്ടാൽ അത് പുതിയതാണോ പഴയതാണോ എങ്ങനെയുള്ള വാഹനമാണ് അതിനെക്കുറിച്ചെല്ലാം എനിക്ക് മനസ്സിലാക്കാനായി പറ്റാറുണ്ട്. പക്ഷെ അങ്ങേര് വന്നിരിക്കുന്ന വണ്ടിയുടെ ശബ്ദം എനിക്ക് കേട്ടിട്ടും അതെന്ത് തരമാണെന്ന് മനസ്സിലാക്കാനായി പറ്റിയില്ല. അതൊരു പ്രത്യേക തരം വാഹനമാണ്, എന്തായാലും എനിക്ക് മനസ്സിലായിട്ടില്ലെന്ന് പറയും. ഹീറോ വീണ്ടും അവിടെ വെച്ച് എന്തെങ്കിലും കണ്ടുപിടിക്കാനായി പറ്റുമോ എന്ന് ചെക്കെല്ലാം ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും കണ്ടുപിടിക്കാനായി പറ്റുന്നില്ല. കൂടുതൽ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ അവർ സംസാരിക്കുന്ന കേട്ടാൽ മനസ്സിലാവും ഹീറോക്ക് അവളോട് എന്തോ ഒരു ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ അവളെയും കൂട്ടിയിട്ട് ചായ കുടിക്കാനായി പോവുകയാണ്. ചായ ആണോന്നറിയില്ല, എന്തോന്ന് കുടിക്കാനായി പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഹീറോക്ക് അവളെ കല്യാണം കഴിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ അതിതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹത്തിലാണ്, കുഴപ്പമൊന്നുമില്ല. അവിടെ നിന്ന് ഇറങ്ങുന്ന ഹീറോ നേരെ ബോസിനെ കാണാനാണ് പോകുന്നത്. ബോസ് ആണെങ്കിൽ ചിത്രമൊക്കെ വരച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ബോസിനോട് ഇതുവരെ കണ്ടുപിടിച്ച കാര്യങ്ങളെ കുറിച്ചെല്ലാം പറയുന്ന നേരം അങ്ങേര് പറയും, നീ പറയുന്ന ഈ ജോൺ എന്ന മനുഷ്യനില്ലേ, അങ്ങനെ അവളെ കൂട്ടിക്കൊണ്ടുപോകാനായി അങ്ങോട്ട് വന്നപ്പോൾ അവൾ അവളുടെ ഇഷ്ടത്തിനാണ് അങ്ങേരുടെ കൂടെ ഇറങ്ങിപ്പോയിട്ടുള്ളത്. പിന്നെ ആരും കാണാത്ത ഈ ഒരു ജോണിനെ കൊലയാളി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനായി പറ്റുമോ? മാത്രമല്ല ഈ കിട്ടിയിരിക്കുന്ന കൈ മിസ്സി എന്ന പെൺകുട്ടിയുടെ കൈയാണെന്ന് എന്താ ഉറപ്പ്? കാരണം അവളുടെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെ നമുക്ക് ഇതെല്ലാം ഉറപ്പിക്കാനായി പറ്റുക? അങ്ങനെ ഇപ്പം ആകെ കൂടെ തല പുകഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതിന്റെ ഇടയിൽ നിന്നെല്ലാം കുറച്ച് സമാധാനം കിട്ടാനായി ഹീറോയുടെ അളിയന്റെ കുടുംബവും ഹീറോയും ഹെലനും കൂടെ ഒരു വലിയ യാത്രക്ക് പോകും. വലിയ യാത്ര എന്ന് പറഞ്ഞാൽ റോട്ടിൽ കൂടെയുള്ള യാത്രയല്ല, ബോട്ടിൽ കൂടെ കടലിൽ കൂടെ പോകുന്ന യാത്രയാണ്. അങ്ങനെ ആ യാത്രക്കിടയിൽ ഹീറോയും ഹെലനും കൂടെ ഒന്നുകൂടെ എങ്ങനെ സ്നേഹത്തിലാവുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവർ കാറിൽ കയറാനായി തിരികെ വരുമ്പോഴാണ് അവരുടെ തൊട്ടു പിന്നിൽ കൂടെ ചുവപ്പ് നിറത്തിലുള്ള ഒരു വാൻ അങ്ങനെ പോകുന്നത്. അതിന്റെ ശബ്ദം കേൾക്കുന്ന ഹെലൻ അപ്പൊ തന്നെ പറയും, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ജോണ് ഒരു പ്രത്യേകതരം ശബ്ദമുള്ള വാഹനത്തിലായിരുന്നു വന്നിരുന്നതെന്ന്? ഏകദേശം ഇപ്പൊ പോയിരിക്കുന്ന ഈ ഒരു വാഹനത്തിന്റെ അതേ ശബ്ദമാണത്. ഹീറോയാണേലും ഇതേപോലെ ഒരു വാൻ നേരത്തെ കണ്ടാണ്. അതായത് ഹെലൻ നിൽക്കുന്ന സ്ഥാപനത്തിലേക്ക് അവളെ കാണാനായി പോയില്ലായിരുന്നോ? അപ്പോൾ വഴിയിൽ വെച്ചൊരു നീല വാൻ കണ്ടു. എന്നാൽ അന്നേരം അത് വലിയ കാര്യമാക്കിയില്ല. എന്നാൽ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അവൾ ഇതുപോലെയുള്ള വാനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ആ വാൻ തന്നെ ആയിരിക്കാം ആ ജോണിന്റെ വാന്. അങ്ങനെ അന്ന് ഹെലനെ കൊണ്ട് ചെന്നാക്കി തിരികെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് രാത്രി വഴിയിൽ ഹീറോ നേരത്തെ കണ്ടിരുന്ന വാനില്ലായിരുന്നോ നീല വാന്, അതേപോലെ ഒരു വാൻ അവിടെ നിൽക്കുന്നത് കാണുക. അതേ വാന് തന്നെയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഹീറോ ആ വാനിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുന്ന നേരം അതിനകത്ത് ആരുമില്ല. അതുകൊണ്ട് തന്നെ മെല്ലെ ഡോറ് തുറന്നു നോക്കും.
അകത്താണേല് സിഗരറ്റ് വലിച്ചതിന്റെ പാടെല്ലാം കാണാനുണ്ട്. പക്ഷെ തെരഞ്ഞു നോക്കിയാല് കൂടുതലൊന്നും കണ്ടുപിടിക്കാനായില്ല. പക്ഷെ താഴെ തറയിലെന്ന് പറഞ്ഞാല് വാനിന്റെ താഴ്ഭാഗത്തായിട്ട് എന്തോ വീണെടുക്കുന്നുണ്ട്. എന്തോ പ്രത്യേക തരത്തിലൊന്ന്. അതെടുത്ത് മെല്ലെ കൈ വെക്കും. അപ്പോഴാണ് വാനിന്റെ മുതലാളി ചേച്ചി അങ്ങോട്ട് വരുന്നത്. നിങ്ങൾ എന്താ ചെയ്യുന്നത് ചോദിക്കുന്ന നേരം ഹീറോ പറയും, ഞാനൊരു പോലീസുകാരനാണ്. രാത്രി ഇതുവഴി പോയപ്പോ ഈ വാനിന്റെ വാതിൽ തുറന്നെടുക്കുന്ന കണ്ടു. അത് അടച്ചിടാനായി ഇങ്ങോട്ട് വന്നാന്ന് പറയും. ഹീറോ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് സംശയമൊന്നും തോന്നിയില്ല എന്ന് വിചാരിക്കാം. എന്തായാലും അവര് കാര്യാക്കില്ല. ഈ സമയം ഹെലൻ നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലേ, ആ സ്ഥാപനം, അവിടെയുള്ള മുതലാളി ഹീറോയുടെ ബോസിനെ കാണാനായി ചെന്നിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് ഹീറോ ഇടക്കിടക്ക് ഈ കേസിനെ കുറിച്ച് മനസ്സിലാക്കാനായി ഹെലനെ കാണാനായി അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. അത് അങ്ങേർക്ക് അത്രക്കങ്ങ് പിടിച്ചിട്ടില്ല. അത് പറയാനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ കേസിന്റെ ഭാഗമായിട്ട് ഇടക്കിടക്ക് അങ്ങോട്ട് വരുന്നത് എനിക്ക് തീരെ ഇഷ്ടാവുന്നില്ല. ഞങ്ങളുടെ ജോലി അത് ബാധിക്കുന്നുണ്ടെന്ന് പറയും. ബോസിനാണേലും എതിർത്തൊന്നും പറയാനായി പറ്റില്ല. ഇങ്ങനെ ഒരു കേസിന്റെ കാര്യമായിട്ട് എപ്പോഴും അങ്ങോട്ട് പോകാനായി പറ്റുമോ? ഈ കേസിനെ കുറിച്ച് കൂടുതൽ തെളിവുകളും കയ്യിലില്ല. അതുകൊണ്ട് എപ്പോഴും പോകാനായി പറ്റില്ല. ബോസ് ആണെങ്കിൽ ഈ ഒരു കാര്യം ഹീറോയെ കാണുമ്പോൾ തന്നെ പറയുകയും ചെയ്യും. ഹീറോയെ ആണെങ്കിൽ എന്തായാലും ഈ ഒരു കേസിന്റെ ഭാഗമായിട്ട് എനിക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കണേൽ എനിക്ക് അങ്ങോട്ട് പോയേ പറ്റൂ എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ബോസ് ഹീറോയുടെ കയ്യിലേക്ക് ഒരു കത്ത് കൊടുക്കുന്നത്. ബ്രെയിൽ ലിപിയിലാണ് ആ കത്ത് എഴുതിയിരിക്കുന്നത്. അത് എഴുതിയിരിക്കുന്ന ആരാന്ന് വെച്ചാൽ അവസാനം കൊല്ലപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്ന പെൺകുട്ടി ഇല്ലായിരുന്നോ, മിസ്സി, അവൾ എഴുതിയിരിക്കുന്ന കത്താണ്. ഈ കത്ത് എഴുതിയിരിക്കുന്നത് ഒരാഴ്ചക്ക് മുന്നെയാണ്. പക്ഷെ അവർക്ക് ആ ചവറ്റു കൂമ്പാരത്തിൽ നിന്ന് ആ കൈ കെട്ടിയിട്ട് ഏകദേശം ഒരാഴ്ചക്ക് മേലെയായി. അങ്ങനെയാണെങ്കിൽ ഈ മിസ്സി എന്ന പെൺകുട്ടി ഇതുവരെ മരിച്ചിട്ടില്ല. അവൾ എവിടെയോ ജീവനോടെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ കേസിനെ കുറിച്ച് യാതൊന്നും മനസ്സിലാവുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആകെ കുടുങ്ങിക്കിടക്കാണ്. ഹീറോ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായി എട്ടാമത് കൊല്ലപ്പെട്ട ജെന്നറ്റ് എന്ന പെൺകുട്ടിയില്ലേ, അവളുടെ കേസ് അന്വേഷിച്ചിരുന്ന ടൈലർ എന്ന ആളില്ലായിരുന്നോ, അങ്ങയുടെ റൂമിൽ ചെന്ന് ആ കേസിന്റെ ഫയൽ എടുത്ത് ആ ഫയലില് ഹീറോ കണ്ടിരുന്ന നീല വാനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോന്ന് നോക്കാണ്. എന്നാൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ആ കേസിന്റെ മുതലാളി ടൈലർ അങ്ങോട്ട് വരുന്നത്. ഹീറോ അങ്ങേരോട് പെർമിഷൻ വാങ്ങാതെയാണ് ഈ ഒരു ഫയലെല്ലാം ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് കാണുന്ന അങ്ങേര് അവനെ ചീത്ത പറയൊന്നുമില്ല. എന്നാലും പറയും, മോനെ, ഈ ഒരു കേസിന്റെ പിന്നാലെ ഞങ്ങൾ കാലം കുറേ ആയിട്ട് നടന്നാണ്. ഞങ്ങൾക്കൊന്നും ചെയ്യാനായി പറ്റിയില്ല. പിന്നെയാണോ നീ ചെയ്യാനായി പോകുന്നത്? അതും കാലങ്ങൾ കുറേയായി. അങ്ങനെ ചമ്മി നാറിയ ഹീറോ നേരെ ഹെലനെ കാണാനാണ് പോകുന്നത്. കയ്യിലിപ്പോ മിസ്സി എഴുതിയിരിക്കുന്ന ആ കത്ത് കൂടെയുണ്ട്. അതുകൊണ്ട് ചെന്ന് അവളെ കാണിച്ചു കൊടുക്കുന്ന നേരം അവൾ അത് വായിച്ചു നോക്കി പറയാം, ഇതൊരിക്കലും മിസ്സി എഴുതിയിരിക്കുന്ന കത്തല്ല. കാരണം മിസ്സിക്ക് ബ്രെയിൻ ലാംഗ്വേജ് മനസ്സിലാക്കാനായി പറ്റുമെങ്കിലും അത് എഴുതാനായി അറിയില്ല. അതിതുവരെ അവൾ പഠിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ ഒരു കത്ത് മറ്റാരെങ്കിലും എഴുതി കൊടുത്താണെങ്കിലോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ അവൾ പറയും, അങ്ങനെയും ഒരിക്കലും അല്ല. കാരണം മിസ്സി സംസാരിക്കുന്നതിലും വളരെ പെർഫെക്റ്റ് ആയാണ് ഈ ഒരു കത്ത് എഴുതിയിരിക്കുന്നത്. ഇതൊരിക്കലും മിസ്സിയുടെ കത്തല്ല എന്ന് അവൾ ഉറപ്പിച്ചു പറയും. അങ്ങനെ ഹീറോ അവിടുന്ന് പോകുന്ന നേരം ഹെലൻ നേരെ കുളിക്കാനായി പോവാണ്. എന്നാൽ അവൾ കുളിച്ചോണ്ടിരിക്കുന്ന നേരം ആരോ ഒരാൾ അവളുടെ ബാത്റൂമിലേക്ക് വന്ന് അവൾ കുളിക്കുന്നതെല്ലാം ഫോട്ടോ എടുക്കുന്ന കാണാം. അവൾ കാണുന്നില്ലെന്നാണ് അങ്ങേര് വിചാരിക്കുന്നത്. അവൾക്ക് കാണാനേ പറ്റില്ലല്ലോ. പക്ഷെ അവൾക്ക് മനസ്സിലായി ഈ റൂമിൽ ആരോ വന്ന് നിൽക്കുന്നുണ്ടെന്ന്. പെട്ടെന്ന് അവൾ ശബ്ദം ഉണ്ടാക്കുന്ന നേരം അങ്ങേര് ഇറങ്ങി ഓടും. പോകുന്ന വഴിയിൽ കാലിൽ അടിച്ചു പോകുന്നുണ്ട്. എന്നാലും ശബ്ദം ഉണ്ടാക്കില്ല. ശബ്ദം ഉണ്ടാക്കിയാൽ അവൾക്ക് മനസ്സിലാവുമല്ലോ ആരാന്ന്. എന്തായാലും പിറ്റേ ദിവസം പത്രത്തിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ഹെലനെ ആരോ ഫോളോ ചെയ്യുന്നു എന്നാണ് ന്യൂസ്. ഈ ന്യൂസ് കൊടുത്തിരിക്കുന്നത് ടൈലറാണ്. ടൈലർ എന്ന് വെച്ചാൽ എട്ടാമത്തെ പെൺകുട്ടിയായ ജെന്നിഫറിന്റെ കേസ് അന്വേഷിച്ചിരുന്ന ഒരു വ്യക്തിയില്ലായിരുന്നോ, അങ്ങേര്. മാലിന്യ മൃതദേഹ കേസിലെ പെൺകുട്ടിക്ക് വധഭീഷണി എന്നാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. ഇത് കാണുന്ന ഹീറോക്ക് അത് തീരെ ഇഷ്ടാവില്ല. ഹീറോക്കെന്നല്ല, നമ്മൾക്കും ഇഷ്ടാവില്ല. കാരണം ഇതുപോലൊരു ന്യൂസ് പത്രത്തിൽ കൊടുത്താൽ ഒരു വധഭീഷണിയും ഇല്ലാതിരുന്ന ഹെലന് ഇപ്പോഴെന്തായാലും ഒരു വധഭീഷണി ഉണ്ടാകാം. കാരണം ഈ ഒരു കൃത്യം ചെയ്തിരിക്കുന്ന കൊലയാളി ഈ ഒരു പത്രം കാണാം. ഈ ഒരു പത്രം കണ്ടാൽ അങ്ങേർക്ക് മനസ്സിലാകും അങ്ങേർക്കെതിരായി നിൽക്കുന്ന സാക്ഷി ആരാന്ന്. അതുകൊണ്ട് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഹെലനെ അങ്ങേർക്ക് കൊല്ലാനായി തോന്നിയാലോ. അതുകൊണ്ട് ഇനി അങ്ങോട്ട് റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഹെലൻ ഇപ്പൊ ഹീറോയുടെ കൂടെയാണ് വന്ന് താമസിക്കുന്നത്. ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഈ കേസിനെ കുറിച്ചൊന്നും പോലീസുകാർക്ക് കണ്ടുപിടിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ ഇപ്പൊ ക്രിസ്മസ് ആയി. ഹീറോയുടെ അളിയന്റെ വീട്ടില്, അതായത് പെങ്ങളുടെ വീട്ടില് ഇപ്പൊ പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹീറോയും ഹെലനും കൂടെയാണ് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ അവിടെ വെച്ച് അവർ പരിപാടികളെല്ലാം ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹെലൻ താമസിച്ചിരുന്ന സ്ഥാപനം ഇല്ലായിരുന്നോ, അവിടെ നിന്നൊരു കോൾ വരുന്നത്. സംഗതി എന്താന്ന് വെച്ചാൽ ഹെലൻ അവിടെ ഉണ്ടോയെന്നും ചോദിച്ചുകൊണ്ട് പോലീസുകാർ നിരന്തരം വിളിച്ചോണ്ടിരിക്കുകയാണ്. അതായത് പോലീസുകാരൊന്നും ആയിരിക്കില്ല വിളിക്കുന്നത്, അത് മറ്റേതെങ്കിലും ആളായിരിക്കും. ചിലപ്പോഴാ കൊലയാളിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, ഹെലൻ ഇങ്ങോട്ട് താമസം മാറ്റിയിരിക്കുന്ന കാര്യം കൊലയാളി ഇതുവരെ അറിഞ്ഞിട്ടില്ല. പക്ഷെ മറ്റൊരു പ്രശ്നമുണ്ട്. ഹെലൻ ഇങ്ങോട്ട് താമസം മാറ്റിയിരിക്കുന്ന കാര്യം കൊലയാളിക്ക് മനസ്സിലായിട്ടില്ലേല് മിക്കവാറും അവളെ കൊല്ലാനായി കൊലയാളി ആ സ്ഥാപനത്തിലേക്ക് തന്നെ എത്തും. എന്തായാലും ഇതെല്ലാം മനസ്സിലാവുന്ന ഹീറോയും അളിയനും കൂടെ അപ്പം തന്നെ രാത്രി അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ വിചാരിക്കും കൂടെ കുറച്ച് പോലീസുകാരെയും കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോയാൽ പോരെയെന്ന്. പക്ഷേ പോലീസുകാരോട്, കൂടെ ജോലി ചെയ്യുന്ന ആളുകളോട് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ അവർ ഈ ഒരു കാര്യത്തിന് സമ്മതിക്കില്ല. ഈ ഒരു കേസിന്റെ പിന്നാലെ പോകാനായി സമ്മതിക്കില്ല. അതുകൊണ്ട് നമ്മുടെ ആൾക്കാർ രണ്ടുപേരും കൂടെ ആ സ്ഥാപനത്തിന്റെ തൊട്ടടുത്ത് ചെന്ന് അവിടെ ഇരുന്ന് അങ്ങനെ വെള്ളം അടിച്ച് കറി അങ്ങനെ നോക്കിയിരിക്കുകയാണ്. കൊലയാളി വരുന്നു കാത്തിരിക്കുകയാണ്.
അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോഴാണ് ഹെലൻ താമസിച്ചിരുന്ന അവിടെ ഉണ്ടായിരുന്ന മുറിയിൽ ആരോ നിൽക്കുന്ന പോലെ. കൂടെ തന്നെ എന്തോ ഒരു ശബ്ദം കേൾക്കാം. അപ്പോൾ തന്നെ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഓടി അങ്ങോട്ട് പോവാണ്. ഹീറോയാണെങ്കിൽ അളിയനോട് താഴെ തന്നെ കാത്തു നിൽക്കാൻ പറയാം. നിങ്ങൾ ആരെങ്കിലും വന്നാൽ അപ്പം അവനെ ഷൂട്ട് ചെയ്ത് താഴെ ഇട്ടോന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ അകത്തേ കയറി ചെല്ലും. കയ്യിൽ ഗണ്ണൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ധൈര്യമൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ എത്തിയാൽ കൊലയാളിയുടെ മുന്നിലെത്തിയാൽ ആ ധൈര്യം കാണുമെന്നറിയില്ല. എന്തായാലും ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് അങ്ങനെ ഓടി ഓടി പോവാണ്. എന്നാൽ കുറച്ച് കഴിയുമ്പോഴാണ് ഒരു വാതിലിന്റെ അപ്പുറത്ത് ആരോ നിൽക്കുന്ന പോലെ ഒരു തോന്നല്. ആരാടാ അവിടെ നിന്ന് കാണാനായി ഹീറോ അതിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ആ വാതിൽ ഹീറോയുടെ തലക്കിട്ട് ഒരു ഒറ്റ അടി കൊടുക്കുന്നത്. അതിന്റെ തൊട്ട് പിന്നെ ആ കൊലയാളി ഉണ്ടായിരുന്നു. അവനങ്ങനെ താഴേക്ക് ഇറങ്ങി ഓടുകയാണ്. ഹീറോയുടെ ബോധമാണെങ്കിൽ അപ്പൊ തന്നെ പോവുകയും ചെയ്തു. ഹീറോയുടെ കയ്യിൽ ഒരു ഗണ്ണ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതിപ്പോഴാ കൊലയാളിയുടെ കയ്യിലാണ്. താഴെ അളിയൻ അങ്ങനെ കൊലയാളി വന്നാൽ ഷൂട്ട് ചെയ്യാനായി കാത്തിരിക്കുമ്പോഴാണ് ഒരുത്തൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് അളിയന്റെ കണ്ണിലേക്ക് ടോർച്ച് അടിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഗണ്ണെടുത്ത് എയിം ചെയ്യുന്നുണ്ടെങ്കിലും ഷൂട്ട് ചെയ്യില്ല. ചിലപ്പോഴത് ഹീറോ ആണെങ്കിലോ ജോൺ ആണേലോ അതുകൊണ്ട് ഷൂട്ട് ചെയ്യില്ല. മെല്ലെ ടോർച്ച് മാറ്റുന്ന നേരം ആ നിൽക്കുന്നയാളെ കണ്ട അളിയൻ ഒന്ന് ഞെട്ടും. എടാ നീയാണോ എന്ന് ചോദിക്കുമ്പോഴേക്ക് അളിയൻ അവൻ ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഓടി. എന്നാൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒച്ചയും ബഹളവും വെടിയുടെ ഒച്ചയും അതെല്ലാം കേൾക്കുന്ന സെക്യൂരിറ്റി പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കുകയാണ്. എന്നാൽ അപ്പോഴാണ് ആ സെക്യൂരിറ്റിയുടെ മുറി നമ്മൾ നല്ലപോലെ കാണുന്നത്. അവിടെയെല്ലാം നഗ്നമായിട്ടുള്ള ആളുകളുടെ ഫോട്ടോസാണ്. സംഗതി എന്താന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ നമ്മൾ ഹെലൻ കുളിക്കാനായി കയറിയപ്പോൾ അവളെ ഫോട്ടോ എടുക്കാൻ ഒരുത്തം വന്നിരിക്കുന്ന കണ്ടില്ലായിരുന്നോ? അത് ശരിക്കും ഇങ്ങേരാണ്, ഇങ്ങേരുടെ പരിപാടി അത്. പക്ഷെ ഇങ്ങേര് മണ്ടനാന്നാ തോന്നുന്നത്. ഇതുപോലെ റൂമിലൊക്കെ ഒട്ടിച്ചു വെച്ചാൽ ആരേലും റൂമിൽ കയറി വന്ന ഇതെല്ലാം കാണില്ലേ? എന്തായാലും അത് അങ്ങനെ ഒരു ജീവിതം. പിറ്റേന്ന് രാവിലെ ഹീറോ അളിയന്റെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഹെലനോട് പറയാം. അവൾക്കാണ് സഹിക്കാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോഴാണ് അളിയന്റെ ഭാര്യ, അതായത് പെങ്ങളങ്ങോട്ട് വരുന്നത്. പെങ്ങളും ഈ ഒരു കാര്യത്തെക്കുറിച്ച് എന്തൊക്കെയോ അവിടെ ഇവിടെയായിട്ട് പുറത്തുനിന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴാണ് ഹീറോയുടെ വായെന്ന് കറക്റ്റായിട്ടെല്ലാം മനസ്സിലാവുക. ഇതെല്ലാം കേൾക്കുന്ന അവളാകെ തളർന്നു പോകും. അല്ലേലും ഇപ്പം എങ്ങനെയാ തളരാതിരിക്കുക? ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന ആള് ഇനി കൂടെ ഉണ്ടാവില്ല എന്നറിയുമ്പോൾ നല്ലപോലെ തളർന്നു പോയില്ലേ. പിന്നെ നമ്മൾ കാണുന്നത് ഹീറോയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചോദ്യം ചെയ്യുന്നതാണ്. അതെന്തിനാന്ന് വെച്ചാൽ ഹീറോയും അളിയനും കൂടെ ആയിരുന്നല്ലോ ആ കൊലയാളിയെ പിടിക്കാൻ പോയിരുന്നത്. എന്നാൽ അവിടെ വെച്ചാണ് അളിയൻ മരിക്കുന്നത്. അങ്ങനെയാണേൽ ചിലപ്പോൾ അളിയനെ കൊന്നിരിക്കുന്ന ഹീറോയാണേലോ? അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാവാനായി ഇപ്പൊ ചോദ്യം ചെയ്യാണ്. എന്നാൽ ഹീറോ പറയുന്നത് ഞാൻ അല്ല കൊന്നേന്ന്. പക്ഷെ ആ പോലീസുകാരൻ പറയാം നിങ്ങൾ ആ കൊലയാളിയെ പിടിക്കാനായിരിക്കാം അങ്ങോട്ട് പോയിരിക്കുന്നത്. പക്ഷെ അവിടെ വെച്ച് നിങ്ങളുടെ തലക്കൊരു അടി കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അതോടുകൂടെ നിങ്ങളുടെ ബോധവും പോയി കൺട്രോളും പോയി. ആ അവസ്ഥയിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ നിങ്ങളുടെ അളിയൻ നിൽക്കുന്നതാണ് കണ്ടേ. എന്നാൽ അളിയനെ കണ്ടപ്പോൾ നിങ്ങൾ കൊലയാളിയാന്ന് വിചാരിച്ചു. അങ്ങനെ എങ്ങനെ ഷൂട്ട് ചെയ്ത് കൊന്നു. പക്ഷെ എല്ലാം കഴിഞ്ഞപ്പോഴാണ് നിനക്ക് സംഭവിച്ച അബദ്ധത്തെക്കുറിച്ച് നിനക്ക് മനസ്സിലായേ. എന്നാൽ ഈ ഒരു കേസിൽ നീ ഒരിക്കലും പെടാൻ പാടില്ലായിരുന്നോ? അതുകൊണ്ട് നീ ആ ഗണ്ണ് ഒളിപ്പിച്ചു വെച്ചു. ഇപ്പോഴാ ഗണ്ണും കാണുന്നില്ല. ആ ഗണ്ണ് എവിടെയാണ് ജോൺ? പോലീസുകാരൻ പറയുന്ന കേട്ടാൽ മനസ്സിലാകും ഹീറോയെ ഈ കേസിൽ കൊടുക്കാനുള്ള പരിപാടിയാണ്. കൊടുക്കാനുള്ള പരിപാടിയല്ല, ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ട് ഹീറോയോട് ഇങ്ങനെയെല്ലാം ചോദിക്കുകയാണ്. പക്ഷെ ഒന്നിനും ഹീറോ തലവെച്ച് കൊടുക്കില്ല. ഞാൻ അങ്ങനെ കൊന്നിട്ടില്ല, എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്നെല്ലാം ഹീറോ തുറന്നു പറയും. എന്നാലും പോലീസുകാർക്ക് വിശ്വസിക്കാനായി അത്ര പെട്ടെന്ന് പറ്റില്ലല്ലോ. ഈ നേരം ഹെലനാണേൽ ഹീറോയുടെ അളിയന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. കൂടി ഇപ്പൊ ഹീറോ ഇല്ലാത്തോണ്ടാണ് അളിയന്റെ വീട്ടിൽ നിൽക്കുന്നത്. പക്ഷെ അവിടെ ചെറിയൊരു കുഴപ്പമുണ്ട്. ഹീറോയുടെ അളിയന്റെ മക്കൾക്ക്, അതായത് പെങ്ങളുടെ മക്കൾക്ക് ഹെലൻ അവിടെ നിൽക്കുന്നത് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഹെലനും വിചാരിക്കും ഇനി അവിടെ നിൽക്കണ്ട, പോവാന്ന്. അങ്ങനെ കെട്ടും ഭാണ്ഡങ്ങളുമായി അവൾ നേരെ ഹീറോയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. എന്നാൽ അവള് പോലും അറിയാതെ അവളുടെ തൊട്ടു പിന്നാലെ ആ കൊലയാളി വരുന്നുണ്ടായിരുന്നു, ആ ജോൺ വരുന്നുണ്ടായിരുന്നു. അങ്ങേര് വാതിലിനടുത്ത് വന്ന് ചെറിയ ചെറിയ ശബ്ദം ഉണ്ടാക്കി മെല്ലെ മെല്ലെ മുട്ടും. അവളാണേൽ ആരാന്നറിയാനായി മെല്ലെ പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് അങ്ങേര് ഒറ്റപ്പിടുത്ത് അവളെ പിടിക്കുന്നത്. അങ്ങേരുടെ മുഖം കാണുന്നില്ല. പക്ഷെ എന്തിനാണ് അങ്ങേര് ഇങ്ങോട്ട് വന്നേന്ന് വെച്ചാൽ അവളെ കൊല്ലാനല്ല, മറ്റൊരു കാര്യം പറയാനാ. നിന്റെ കൂടെയുള്ള ജോൺ ഇല്ലേ, നിന്റെ ഹീറോ ജോൺ, അവൻ ഒരിക്കലും എന്റെ പിന്നാലെ വരാൻ പാടില്ല. അവനെങ്ങാനും എന്റെ പിന്നാലെ വന്നാല് പിന്നെ നീയും ഉണ്ടാവില്ല, അവനും ഉണ്ടാവില്ല. അതും പറഞ്ഞോണ്ട് അങ്ങനെ പോവും. ഈ നേരം ഹീറോയാണേലും പോലീസ് സ്റ്റേഷനിൽ ആയിരുന്നല്ലോ. പക്ഷെ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് ഓടി വരികയാണ്. എന്നിട്ട് അവളോട് ചോദിക്കും, ഹെലൻ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ കൊലയാളി വർഷങ്ങൾക്ക് മുന്നേ 7 പെൺകുട്ടികളെ കൊന്നയാളാണ്. അങ്ങേരുടെ അടുത്ത ലക്ഷ്യം നീയാ. അത്രയും പകയുള്ളവൻ നിന്നെയും തെരഞ്ഞ് ഇവിടം വരെ വന്നാല് അങ്ങേരെന്തായാലും നിന്നെ കൊന്നിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഇപ്പൊ കൊല്ലാത്ത പ്രശ്നം. സംഗതി എന്താന്ന് വെച്ചാൽ ഹീറോക്ക് എന്തോ ഒരു സംശയം ഹെലൻ എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ടോന്ന്. കാരണം ശരിയാണ്, ആ കൊലയാളി ഇവിടം വരെ വന്നാൽ എന്തായാലും അവളെ കൊന്നിരിക്കും. കാരണം അങ്ങേര് ഒരു സീരിയൽ കില്ലറാ. അത്രയും പകയുള്ള അങ്ങേര് ഇവിടം വരെ വന്ന് അവളെ ഒരു ഉമ്മയും വെച്ചോണ്ട് പോയില്ലല്ലോ. എന്തായാലും അവളെ കൊല്ലാൻ തന്നെ ആയിരിക്കും അങ്ങേര് വിചാരിക്കുക. ഞാൻ അങ്ങനെ ഒരു കൊലയാളിയായിരുന്നു വേണ്ട. കൂടെയുള്ള പോലീസുകാരാണേല് ഹീറോയെ അളിയന്റെ കൊലയാളിയാക്കുന്നു. ഹെലൻ ആണേലും എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. ഹീറോ ആകെ കൺഫ്യൂഷനില്ല. ഈ ഒരു കാര്യം ഹെലനും മനസ്സിലാകും. പെട്ടെന്ന് തന്നെ അവള്, പെട്ടെന്നല്ല കുറച്ച് മെല്ലെ അവള് ഹീറോക്ക് ഒരു ചുംബനം കൊടുത്തോണ്ട് പറയും, നിനക്കെന്നെ വിശ്വസിക്കാം, എന്റെ ചുണ്ടുകളെ നിനക്ക് വിശ്വസിക്കാം. അവൻ ഇവിടം വരെ വന്നു, ഇനി ഒരിക്കലും നീ അവന്റെ പിന്നാലെ പോരുതെന്ന് അവൻ എന്നോട് പറഞ്ഞു. മറ്റൊന്നും പറഞ്ഞില്ല, മറ്റൊന്നും ചെയ്തില്ല. അവളിങ്ങനെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് പറഞ്ഞാൽ ഹീറോ എങ്ങനെയാ വിശ്വസിക്കാതിരിക്കുക? വേറെ വഴിയൊന്നുമില്ല. എന്തായാലും ഹീറോക്ക് അവളെയും വിശ്വാസമായി. ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഹീറോയെ വീണ്ടും ചോദ്യം ചെയ്യാനായി കൊണ്ടുപോവാണ്.
അപ്പോഴാണ് കുറച്ച് വലിയൊരു പ്രശ്നം കൂടെ ഹീറോയുടെ തലമണ്ടയിലേക്ക് വരുന്നത്. സംഗതി എന്തെന്നാ, ഹീറോയും അളിയനും കൂടെ സിഗരറ്റ് വലിക്കുന്ന കാര്യത്തിൽ ഒരു ബെറ്റ് വെച്ചില്ലായിരുന്നോ? ഹീറോ സിഗരറ്റ് വലിച്ചാല് ഈ നാട് വിട്ടു പോകണമെന്നൊക്കെ. പക്ഷെ സിഗരറ്റ് വലിച്ചോണ്ട് ഹീറോ വാക്ക് തെറ്റിച്ചു. ആ നേരം അളിയൻ അങ്ങേരുടെ ബുക്കിൽ ഒരു കാര്യം എഴുതി വെച്ചില്ലായിരുന്നോ? ജോൺ ബെർലിൻ ഒരു നുണയനാന്ന്. ഈ ഒരു കാര്യം പോലീസുകാർ ഇപ്പോഴാണ് കാണുന്നത്. പോലീസുകാർ ഇത് എന്താന്ന് ചോദിക്കും. അവരുടെ മനസ്സിൽ അളിയൻ ഹീറോയെക്കുറിച്ച് കാര്യമായി ഇങ്ങനെ ഒരു കാര്യം എഴുതി വെച്ചാന്നാണല്ലോ ഉണ്ടായിരിക്കുക. അങ്ങനെ അതിനെക്കുറിച്ചും വിസ്തരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസുകാരൻ എന്നാൽ അവസാനമായൊരു ചോദ്യം അതുകൂടെ ഞാൻ ചോദിക്കട്ടെ എന്നും പറഞ്ഞോട് ചോദിക്കുക. ജോൺ ബെർലിൻ, നിനക്ക് ആസ്മയുണ്ടോ? എന്നാൽ ഹീറോ പറയും, എനിക്ക് ആസ്മയൊന്നുമില്ല. എന്നാൽ അപ്പോഴാണ് പോലീസുകാരൻ കയ്യിലുണ്ടായിരുന്ന ഒരു പാക്കറ്റ് കാണിച്ചു കൊടുക്കുക. നിന്റെ കാറിൽ നിന്ന് കിട്ടിയതാ ആസ്മയുടെ ഗുളികയുടെ ഒരു കഷ്ണം. എന്നാൽ ഇപ്പോഴാണ് ഹീറോക്ക് മനസ്സിലാവുക. ഹീറോ ചിന്തിക്കുക, അന്ന് ബോട്ട് യാത്രയെല്ലാം കഴിഞ്ഞ് ഹെലനെ അവളുടെ സ്ഥാപനത്തെ കൊണ്ട് ചെന്നാക്കി രാത്രി ഹീറോ തിരിച്ചു വരുന്ന നേരം വഴിയിൽ വെച്ച് ഒരു വാൻ കണ്ടില്ലായിരുന്നോ? നീല വാൻ. ഹെലൻ ഒരു പ്രത്യേക ശബ്ദം എന്ന് പറഞ്ഞിരുന്ന വാൻ. ആ വാന് ചെക്ക് ചെയ്തപ്പോഴായിരുന്നു ഹീറോക്ക് ഇത് അതിൽ നിന്ന് കിട്ടിയിരുന്നത്. പക്ഷെ അത് ടെസ്റ്റ് ചെയ്യാനായി മറന്നുപോയി കാറിൽ കൊണ്ട് വെച്ചായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അത് ആസ്മയുടെ ഗുളികയാന്ന്. മാത്രമല്ല ഹെലൻ ആദ്യം കാണാനായി പോയപ്പോൾ അവൾ പറഞ്ഞിരുന്നു മിസ് ചെയ്യുന്ന പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാനായി വരുന്ന ജോൺ നല്ലപോലെ കിതയ്ക്കാറുണ്ടായിരുന്നെന്ന്. അതിപ്പോഴാണ് ഹീറോക്ക് മനസ്സിലാവുക അങ്ങേർക്ക് ആസ്മ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ആ വേൻ അങ്ങേരുടെ വേൻ തന്നെയാ. ആ വേനിൽ തന്നെയാണ് കൊലയാളി വന്നിരിക്കുന്നത്. അങ്ങനെ പോലീസുകാരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി നേരെ ഹെലനെയും വന്ന് കൂട്ടി നേരെ പെങ്ങളുടെ അടുത്തേക്കാണ് ഹീറോ ചെല്ലുന്നത്. അന്ന് ആ വേന്റെ നമ്പർ ഹീറോ നോക്കി വെച്ചിരുന്നു. മാത്രമല്ല ആ വേനിലുണ്ടായിരുന്ന ലേഡി ഇല്ലായിരുന്നോ, അവൾ എന്ത് ജോലിയായിരുന്നു ചെയ്യുന്നതെന്നും ചോദിച്ചിരുന്നു. അങ്ങനെ അത് രണ്ടും കൂടെ വെച്ച് ഹീറോ ആ വേനെ കണ്ടുപിടിക്കും. അങ്ങനെ അപ്പം തന്നെ ആ വേനിലുണ്ടായിരുന്നവളെ പൊക്കാനായി ഹീറോ ഇറങ്ങി പോവാണ്. തൊട്ടു പിന്നാലെ പെങ്ങൾ ഓടി വന്ന് പറയാം, എന്റെ റോസിനെ കൊന്നവളോ അവൻ ആരാന്ന് എനിക്ക് എന്തായാലും അറിഞ്ഞേ പറ്റൂന്ന്. അങ്ങനെ ഹീറോ ആ വീടിന്റെ ലൊക്കേഷനിലേക്ക് ചെല്ലും. എന്നാൽ വഴിയിൽ വെച്ച് തന്നെ ആ ലേഡിയെ കാണും. അവൾ അങ്ങനെ നടന്നു വന്ന് ഏതോ ഒരു വീട്ടിലേക്ക് കയറി പോവാണ്. എന്നാൽ ഹീറോ പെട്ടെന്ന് തന്നെ ചെല്ലില്ല. എന്താണെന്നറിയാനായി കാത്തിരിക്കുക. കുറച്ച് കഴിയുന്നേരം അവൾ ആ വീട്ടിൽ നിന്ന് മെല്ലെ പുറത്തിറങ്ങി മറ്റെങ്ങോട്ടോ പോവാണ്. എന്നാൽ ഹീറോ അവളുടെ തൊട്ടു പിന്നാലെ പോയില്ല. നേരെ ആ വീട്ടിലേക്കാണ് കയറി ചെല്ലുക. അവിടെയെല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്ന നേരം അവിടെയെല്ലാം കുറെ ഫോട്ടോസ് ഉണ്ട്. ആ ഫോട്ടോയിൽ ഈ കയറി വന്നിരുന്ന ലേഡി ഇല്ലായിരുന്നോ, അവളും അവളുടെ അമ്മയും അവളുടെ അങ്കിളും ആണുള്ളത്. അങ്കിളിന്റെ പേര് ജോൺ എന്നാണ്. അതുകൊണ്ട് ഉറപ്പായി ഹീറോ തെരഞ്ഞു വന്നിരിക്കുന്ന കൊലയാളി ഇങ്ങനെ തന്നെയാണ്. പക്ഷെ അങ്ങേരുടെ ബോഡി കണ്ടിട്ട് ആ ശരീരം കണ്ടിട്ട് എവിടെയോ കണ്ട പോലെ ഒരു തോന്നല്. ഹീറോ അടുത്ത ഫോട്ടോസ് എല്ലാം എടുത്തു നോക്കുന്ന നേരം കണ്ണ് കാണാത്ത കുറെ കുട്ടികളുടെ ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോയിൽ ഒരുത്തന് മാത്രം കണ്ണ് കാണാനായി പറ്റും, ചെറിയൊരു പയ്യൻ. ആ പയ്യൻ ഈ ജോൺ എന്ന് പറയുന്ന ഈ കൊലയാളി അങ്കിള് തന്നെയാണ്. പക്ഷെ ആ പയ്യന്റെ യഥാർത്ഥ പേര് നോക്കുന്ന ഹീറോ ഒന്നും ഞെട്ടും. അവന്റെ പേര് ടൈലർ എന്നാ. ഇപ്പോഴാണ് നമ്മുടെ ആളുടെ ബൾബ് കത്തുക. ഈ കൊലയാളി ആരാന്ന് വെച്ചാ ഹീറോയുടെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന 8ാമത് കൊല്ലപ്പെട്ടിരുന്ന ജെന്നിഫർ എന്ന പെൺകുട്ടിയുടെ കേസെല്ലാം അന്വേഷിച്ചിരുന്ന ആ വ്യക്തിയില്ലായിരുന്നോ ടൈലർ, അങ്ങേരാണ്. ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത് മുന്നേ കൊല്ലപ്പെട്ടിരുന്ന 7 പെൺകുട്ടികളുടെ കൊലപാതകം ഉൾപ്പെടെ 8ാമത് കൊല്ലപ്പെട്ടിരുന്ന ജെന്നിഫറിന്റെ കേസുകളൊന്നും എന്തുകൊണ്ടാണ് തെളിയാതിരുന്നതെന്ന്. അതെല്ലാം അന്വേഷിക്കുന്നത് ഈ കൊലയാളി തന്നെയാ. പെട്ടെന്നാണ് തൊട്ട് പിന്നീന്ന് ടൈലർ ഹീറോയെ പിടിക്കുന്നത്. പിടിച്ചു കൂട്ടി കയ്യിൽ വിലങ്ങ് വെക്കും. ഈ ടൈലറാണ് കൊലയാളിയെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് ഹീറോയുടെ അളിയനെ കൊന്നിരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഹീറോയുടെ ഗണ്ണുള്ളതും ഇങ്ങരുടെ കയ്യിലാണ്. ആ ഒരു കാര്യം വെച്ച് അങ്ങേര് ഹീറോയെ മുതലെടുക്കും. ഹീറോയുടെ ഗണ്ണ് അങ്ങേരുടെ കയ്യിലായതുകൊണ്ട് തന്നെ അത് നേരെ ഹീറോയുടെ വീട്ടിൽ കൊണ്ടുവച്ച് അത് ഹീറോയുടെ വീട്ടിൽ നിന്ന് കണ്ടുപിടിച്ച പോലെയാക്കും. മാത്രമല്ല ഹീറോയെ പിടിച്ചിരിക്കുന്നു ഹീറോയുടെ വീട്ടിൽ നിന്ന് തന്നെയാന്ന് പറഞ്ഞിറക്കും. അതുകൊണ്ട് തന്നെ ഹീറോയാണ് ഇപ്പൊ കൊലയാളി. പോലീസുകാർ നേരത്തെ പോലെ തന്നെ ഹീറോയെ വീണ്ടും പിടിച്ചു കൊണ്ടുവന്ന് തുറുങ്കിലടിക്കും. നമ്മുടെ ആൾ പറയുന്നുണ്ട്, ഞാനല്ല കൊലയാളി, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, ടൈലറാണ് കൊലയാളി, അവനാണ് ഇതിന്റെ എല്ലാം പിന്നി. പക്ഷെ പോലീസുകാർക്കറിയാം ഹീറോക്ക് ടൈലറെ നേരത്തെ ഇഷ്ടമല്ലാന്ന്. കാരണം എന്താന്ന് വെച്ചാല് ഹെലന്റെ പേര് പത്രത്തിൽ അങ്ങേരായിരുന്നല്ലോ അടിച്ചിറക്കിയിരുന്നത്. അതുകൊണ്ട് അതിന്റെ ദേഷ്യത്തിൽ ഹീറോ ഇതുപോലെ കഥകളെല്ലാം അടിച്ചിറക്കാമെന്നാണ് അവര് വിചാരിക്കുക. പക്ഷെ കാര്യങ്ങളുടെ കിടപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ ഈ കൊലയാളി ടൈലർ ഇല്ലേ, അവന്റെ അമ്മയ്ക്ക് കണ്ണ് കാണാത്ത കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. ആ സ്കൂളിൽ തന്നെയായിരുന്നു ടൈലറും പഠിച്ചിരുന്നത്. എന്നാൽ കൂടെയുള്ള പെൺകുട്ടികളോട്, കണ്ണ് കാണാത്ത പെൺകുട്ടികളോട് അവനൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അവൻ പറയാറുണ്ടെങ്കിലും പക്ഷെ അവരാരും അത് കാര്യമാക്കിയില്ല. അതോടെ അവന്റെ ഉള്ളിൽ ഒരു ദേഷ്യം ഉണ്ടായി വന്നു. ആ ദേഷ്യം മെല്ലെ മെല്ലെ വെറുപ്പായി മാറി. പിന്നെ കണ്ണ് കാണാത്ത പെൺകുട്ടികളെ കണ്ടാൽ അവൻ അവരെ കൊന്നേ പറ്റൂ എന്ന അവസ്ഥയിലായി. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയെല്ലാം പെൺകുട്ടികളെ കൊല്ലുന്നത്. ഈ സമയം ഹീറോയുടെ പെങ്ങളുടെ വീട്ടിലാണ് ഹെലൻ നിൽക്കുന്നത്. അവളാണെങ്കിൽ ഇനി തിരികെ ആ സ്ഥാപനത്തിലേക്ക് തന്നെ പോകാനായി നിൽക്കുകയാണ്. കാരണം ഹീറോയെ ഇപ്പൊ പിടിച്ചല്ലോ, ഇനി ഒന്നും ചെയ്യാനായില്ല. അങ്ങനെ അവൾ നിൽക്കുമ്പോഴാണ് കാറ് ഓടിച്ചോണ്ട് ആ വീട്ടിലേക്ക് ടൈലർ വരുന്നത്. അവൻ എന്തിനാ വന്നതെന്ന് വെച്ചാൽ ഹെലനെ കൊന്നുകളയാനാ. അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് അവൾ തിരികെ ആ സ്ഥാപനത്തിലേക്ക് തന്നെ പോവാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച് കൊല്ലണ്ടാന്ന് വിചാരിക്കും. അവിടെ വെച്ച് കൊല്ലാലോ, അതാകുമ്പോൾ കുറച്ചുകൂടെ സൗകര്യമാണ്. എന്നാൽ ഹെലന്റെ അടുത്തേക്ക് അവൻ വന്നപ്പോൾ തന്നെ ഹെലന് മനസ്സിലായി തന്നെ ഭീഷണിപ്പെടുത്താനായി വന്നിരുന്ന അതേ കൊലയാളിയാണ് തന്റെ മുന്നിൽ ഇപ്പൊ നിൽക്കുന്നതെന്ന്. പക്ഷെ അതൊന്നും മുഖത്ത് കാണിക്കില്ല. മുഖത്ത് കാണിച്ചാൽ ശരിയാവില്ലല്ലോ. ഈ സമയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടുന്ന ഹീറോ അപ്പം തന്നെ ഇറങ്ങി ഓടി വരുന്ന പെങ്ങളുടെ വീട്ടിലേക്കാണ്. അവിടെയാണെങ്കിൽ പെങ്ങളുടെ മക്കൾ മാത്രമാണുള്ളത്. മക്കളോട് അമ്മയും ഹെലൻ ചേച്ചിയും എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞെടുക്കും ഹെലൻ ചേച്ചിയെ കൊണ്ടു ചെന്നാക്കാനായി അമ്മ പോയെന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ ഹീറോ അപ്പം തന്നെ കാറും എടുത്തോണ്ട് അങ്ങോട്ട് പോവാണ്. പാപ്പൻ പറപ്പിച്ച് വണ്ടി വിടുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് പോകാനായി പറ്റുന്നില്ല, വേഗത്തിൽ പോകാനായി പറ്റുന്നില്ല.
ഈ നേരം ആ കൊലയാളി ടൈലർ ആണേല് ഹെലനെ കൊല്ലാനായി ഇപ്പം അങ്ങോട്ട് വന്നിരിക്കുക. അങ്ങനെ അവളെ തെരഞ്ഞു കണ്ടുപിടിച്ചു. അവളാണേല് കൊലയാളി വന്നെന്ന് മനസ്സിലാകുമ്പോൾ തന്നെ അവിടെ നിന്ന് ഓടുകയാണ്. കണ്ണ് കാണില്ലെങ്കിലും അവിടെയുള്ള വഴിയൊക്കെ അവൾക്ക് അറിയാലോ. അതുകൊണ്ട് അറിയാവുന്ന വഴി കൂടെ ഒക്കെ ഓടുക. എന്നാൽ ആ പ്രാന്തൻ തൊട്ടു പിന്നാലെ വരുന്നുണ്ട്. ഏതൊക്കെ വഴി കൂടെ ഓടിയാലും അവൻ തൊട്ടു പിന്നാലെ ഉണ്ടാകും. എന്നാൽ അവസാനം അവളെ കൊണ്ട് ഓടാൻ പറ്റില്ല എന്ന അവസ്ഥയിലെത്തും. അവൾ ഓടി ഓടി മെല്ലെ മെല്ലെ അവിടേക്ക് നിൽക്കുകയാണ്. അവൻ തൊട്ടു പിന്നാലെ ചെന്ന് എത്തുന്നേരം പെട്ടെന്നാണ് അവൾ തിരിയുക. അപ്പോഴാണ് മനസ്സിലാവുന്നത് തിരിഞ്ഞിരിക്കുന്നത് ഹെലനല്ല, അത് ഹീറോയുടെ പെങ്ങളാണെങ്കിൽ കയ്യിൽ ഒരു ഗണ്ണും വെച്ചാണ് നിൽക്കുന്നത്. അവളുടെ കെട്ടിയനെ കൊന്നവനെ കയ്യിൽ കിട്ടിയ കൊല്ലാനാണല്ലോ അവൾ കാത്തിരിക്കുന്നത്. അവസരം ഒട്ടും പാഴാക്കില്ല. അവനെ ഷൂട്ട് ചെയ്ത് താഴെയിടും. ഷോട്ട് കൊള്ളുന്ന അവനാണേല് താഴെ വീണ് മരിക്കും. വേറെ വഴിയൊന്നുമില്ലല്ലോ. ഇപ്പോഴീ മരിച്ചു കിടക്കുന്ന കൊലയാളി ഇല്ലേ, അവൻ ഹെലനെ കൊല്ലാനായി തൊട്ടു പിന്നാലെ തിരക്കിട്ട് ഓടി വന്നപ്പോൾ അവൻ ഒരു കാര്യം ചിന്തിച്ചില്ല. വഴിയിൽ വെച്ച് ഹെലൻ മെല്ലെ മാറിയിട്ട് അവിടേക്ക് ഹീറോയുടെ പെങ്ങൾ വരികയായിരുന്നു. അവളാണേല് അവളുടെ പ്രതികാരം തീർക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പം ഇങ്ങൊരു പടായി. ദിവസങ്ങൾ കഴിഞ്ഞാൽ ഒരു വലിയ പാടത്തുകൂടെ നടക്കുന്ന ഹീറോയെയും ഹെലനെയുമാണ് കാണുന്നത്. അവർ രണ്ടുപേരും നല്ല സ്നേഹത്തിലാണ് നടക്കുന്നത്. അവരിപ്പോൾ നല്ലപോലെ സ്നേഹത്തിലായി. നേരത്തെ ആയിരുന്നു, എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടെ ഒന്നായി. അവരിപ്പോൾ പ്രണയിച്ച് കല്യാണം കഴിക്കാനൊക്കെ പ്ലാൻ ഇട്ടിരിക്കുക എന്നാണ് തോന്നുന്നത്. അതെനിക്കറിയില്ല, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. പക്ഷെ പെങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പിന്നെ കാണിക്കുന്നില്ല. ചിലപ്പോൾ ജയിലിൽ പോയിട്ടുണ്ടാകും, കാരണം ഒരു കൊലപാതകം ചെയ്തല്ലോ. എന്തായാലും വളരെ സന്തോഷത്തിൽ ഈ ഒരു മൈതാനത്ത് കൂടെ നടക്കുന്ന ഹീറോയെയും ഹെലനെയും കാണിച്ചുകൊണ്ട് ജെന്നിഫർ 8 എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് വിചാരിക്കുന്നത്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതുപോലെ ഒരു ക്രൈം ത്രില്ലർ സിനിമ ചെയ്യുന്നത്. കാരണം ഇതുപോലുള്ള സിനിമകൾ കണ്ടുപിടിക്കാനായി ഇപ്പോൾ കുറച്ചൊന്ന് പാടാണ്. എങ്ങനെയാണേലും നമ്മൾ ഇന്ന് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ ഇതുപോലെ നല്ലൊരു സിനിമയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.